ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാം 2024-25 അധ്യയന വർഷത്തിൻ്റെ ആൻസർ കീയാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ ഒരു കവിതാ ഭാഗമാണല്ലോ നൽകിയിട്ടുള്ളത്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? ഏത് വികാരത്തെയാണ്? അത് ആഹ്ലാദമാണല്ലേ. ആൻസർ എന്താണ്? ആഹ്ലാദം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പൂത്തുമ്പികൾ പോലെ പാറിയത്. പാറുന്നത്, പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത്. കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. ആൻസർ എന്താണ്? അതെ, കൊച്ചുകിടാങ്ങളാണല്ലേ. പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? എന്തായിട്ടാണ് മാറുന്നത്? അതെ, മത്സരമാണ്. ആൻസർ എന്താണ്? മത്സരം. മൈതാനത്തിൻ്റെ പുണ്യം എന്താണ്? എന്തായിരുന്നു കൂട്ടുകാരെ? അതെ, കുഞ്ഞുപാദങ്ങൾ പുണർന്നതല്ലേ. ആൻസർ എന്താണ്? കുഞ്ഞുപാദങ്ങൾ പുണർന്നത്. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാകുന്നത് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ്. ആൻസർ എന്താണ്? കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കേ. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠത്തിൻ്റെ പ്രകാശിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്ത ശ്രദ്ധിക്കൂ. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. നിരവധി താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശിൻ്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് അഭിപ്രായം കുറിപ്പായിട്ട് എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യണം? അഭിപ്രായക്കുറിപ്പാണ് എഴുതേണ്ടത്. നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാകുമല്ലോ. അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പ്രവർത്തനം 3, ദൃക്സാക്ഷി വിവരണമാണല്ലേ. സ്കൂളിൽ നടന്നൊരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ദൃക്സാക്ഷി വിവരണം എഴുതേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ആ ദൃശ്യത്തെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചിട്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെ ആശയങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കണം. അതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യണം? സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും എഴുതണം. അതുപോലെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം 4, പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിൻ്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. പതിപ്പിൻ്റെ പ്രകാശനം സെപ്റ്റംബർ 30 പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ചിത്രമൊക്കെ വരച്ച് ഭംഗിയായി എഴുതി കൂട്ടുകാരെന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? B ക്വസ്റ്റ്യൻ നോക്കൂ. വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏതു കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? അതെ, വടംവലിയാണല്ലേ. ആൻസർ വടംവലി. ഓക്കെ, പ്രവർത്തനം 5, ഡയറി കുറിപ്പ്. ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്കറിയാമല്ലോ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ച് എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ കൂട്ടുകാരെ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാകുമല്ലോ ഡയറി കുറിപ്പ്. ഓക്കെ, B ക്വസ്റ്റ്യൻ നോക്കാം. പിടിക്കാവുന്ന 1ഉം 2ഉം പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശൻ നടത്തിയ പ്രയോഗം എന്തായിരുന്നു? എന്തായിരുന്നു കൂട്ടുകാരെ? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. ഇതിലേതാണ്? അതെ, ഓട്ടക്കൈയാണല്ലേ. ആൻസർ എന്താണ്? ഓട്ടക്കൈ. പ്രവർത്തനം 6, അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അനുഭവക്കുറിപ്പാണല്ലേ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ കൂട്ടുകാരെ? ആ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ എക്സാം ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, B ക്വസ്റ്റ്യൻ എന്താണ്? വാലേ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ വാലിൽ? അരയന്യങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ.
ആൻസർ എന്താണ് കൂട്ടുകാരെ? അതെ, വാനരന്മാരുടെയാണല്ലേ. ആൻസർ എന്താണ്? വാനരന്മാരുടെ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ കൂട്ടുകാരെ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഈസി ആയിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.